നമസ്കാരം. രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ, മുന്നണി ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും വേണം. ഇപ്പോൾ ചർച്ചയാകുന്നത് NDAയിലെ BJP 2020 ബാന്ധവത്തെ കുറിച്ചാണ്. ഏതാണ്ട് 19 സ്ഥാനാർത്ഥികളാണ് 2020ക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. എന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ 2020യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ചക്കയാണ് ചിഹ്നം. നേരത്തെ ഒരു സിനിമാ താരം, വീണ നായർ എന്ന് പറയുന്ന ഒരു സിനിമാ താരമായിരുന്നു, അവരുടെ പേരാണ് കേട്ടത്. തുടർന്ന് ഇപ്പോൾ ആതിര D നായർ എന്ന് പറയുന്ന റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി 2020യിൽ നിന്നുള്ളത് എന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഈ വാരിക്കോരി ഘടകകക്ഷികൾക്ക്, ഇപ്പൊ BDJS ആയാലും 2020 ആയാലും മറ്റ് പാർട്ടികളായാലും ഒക്കെ അങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട സീറ്റുകൾ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നോ BJPക്ക് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാന്ധവത്തെ കുറിച്ച് തീർച്ചയായിട്ടും ചില രാഷ്ട്രീയ സംശയങ്ങൾ പൊതുവെ ഉയരുന്നുണ്ട്. കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് തീർന്നു, CPM ജയിക്കുകയാണെങ്കിൽ CPM തീർന്നു എന്ന ഒരു വിലയിരുത്തൽ, അതിന് വേണ്ട ഒരു കോൺഗ്രസ് മുക്ത കേരളം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ എന്ന് രാജീവ് ചന്ദ്രശേഖരനോട് കഴിഞ്ഞ ദിവസമൊക്കെ ഇന്റർവ്യൂവിലും മറ്റും ആളുകളൊക്കെ ചോദിച്ചിരുന്നു. ഇത് ഒരു വ്യക്തമായ രാഷ്ട്രീയ ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് എടുത്ത തീരുമാനമാണോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, കാലങ്ങളായി BJPക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളെ, ഈ ഘടകകക്ഷികൾക്ക് ഇത്തരത്തിൽ സീറ്റുകളും മറ്റും വാരിക്കോരി കൊടുക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഘടകകക്ഷികളിൽപ്പെട്ട ഈ സ്ഥാനാർത്ഥികള് എല്ലാവരും സാബു ജേക്കബിന്റെ സ്പോൺസേർഡ് സ്ഥാനാർത്ഥികളാണ്. അവർക്ക് ആർക്കും രാഷ്ട്രീയവുമായിട്ടോ പൊതുപ്രവർത്തനവുമായിട്ടോ ഒരു ബന്ധവുമില്ല. പ്രോമി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് കേട്ടു. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, ഈ റിയാലിറ്റി ഷോകളിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. അതുപോലെ അഞ്ജലി നായർ നടിയാണ്. ഇതുപോലെ ആതിര D നായർ റീൽസ് ചെയ്യുന്നവരാണ്. ഇവർക്കൊക്കെ രാഷ്ട്രീയം, ജനസേവനം, പൊതുപ്രവർത്തനം ഇതുമായിട്ടൊക്കെ എന്ത് ബന്ധമാണുള്ളത് എന്ന ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും ജനങ്ങൾ. BJP പ്രവർത്തകർ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പലതരത്തിൽ. അവസാന പട്ടികയിൽ പോലും ഇടം കിട്ടാതെ ചിലരൊക്കെ തന്നെ വളരെ വിഷമത്തോടെ കാലങ്ങളായി BJPക്ക് വേണ്ടി വക്താക്കളായും പൊതുപ്രവർത്തകരായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി പേർ ബുദ്ധിമുട്ടുന്നു മാനസികമായിട്ടൊക്കെ തന്നെ. ഇത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് പിന്നീട് ഉണ്ടാകേണ്ട ചർച്ചയാണ്. എന്നാൽ പോലും ഇത്തരത്തിൽ ഘടകകക്ഷിക്ക് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ BJPക്ക് ഉണ്ടോ എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കേണ്ടതാണ്. അതോ ഇനി ഇത് കേന്ദ്ര നിർദ്ദേശപ്രകാരം അമിത്ഷായുടെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ ആണോ എന്നതിനെ കുറിച്ചും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെ ഘടകകക്ഷികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലേക്ക് NDA അല്ലെങ്കിൽ BJP എത്തുക എന്ന് പറഞ്ഞാൽ അത് BJP പ്രവർത്തകർ നെറ്റിച്ചൊളിക്കുന്ന, അല്ലെങ്കിൽ BJP പ്രവർത്തകർ, പാരമ്പര്യമുള്ള പ്രവർത്തകർ, കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് അല്പമെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.